അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ മോഷ്ടാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ കളവ് നടത്തുന്ന ആളുകൾ. ആ കളവ് നടത്തുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അല്ലാഹു തആല പുരുഷന്മാരെയാണ് മുന്തിച്ച് പറഞ്ഞത്. കളവ് നടത്തുന്ന പുരുഷന്മാരും കളവ് നടത്തുന്ന സ്ത്രീകളും എന്ന്. എന്നാൽ വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അല്ലാഹു തആല വ്യഭിചരിക്കുന്ന സ്ത്രീകളെയും വ്യഭിചരിക്കുന്ന പുരുഷന്മാരെയും എന്ന്. അവിടെ സ്ത്രീകളെയാണ് അല്ലാഹു തആല മുന്തിച്ച് പറഞ്ഞത്. കളവ് നടത്തുന്ന സ്ഥലത്ത് അസ്സാരിഖു അസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ എന്ന് പറഞ്ഞ്. അസ്സാരിഖു എന്ന് പറഞ്ഞാൽ കളവ് നടത്തുന്ന പുരുഷന്മാര്, പിന്നെയാണ് അസ്സാരിഖത്തു കളവ് നടത്തുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞത്. എന്നാൽ വ്യഭിചാരത്തിന്റെ സ്ഥലത്ത് അസ്സാനിയത്തു വസ്സാനി, അസ്സാനിയത്തു വ്യഭിചരിക്കുന്ന സ്ത്രീകൾ എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു തആല പറഞ്ഞത്? തഫ്സീറുകളിൽ കാണാം, ഈ കളവ് നടത്തുന്നത് നമ്മൾ ഇന്ന് നോക്കുക, എവിടെയും കളവ് നടത്തിയതിൽ പിടിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്, അല്ലെ? എന്നാൽ സ്ത്രീകളും കളവ് നടത്താറുണ്ട്, പിടിക്കപ്പെടാറുണ്ട്. എന്നാൽ കൂടുതലും കളവ് നടത്തുന്നതും പിടിക്കപ്പെടുന്നതും പുരുഷന്മാരാണ്. എന്നാൽ ഇസ്ലാമിൽ കളവ് നടത്തുക എന്നുള്ളത് വളരെ ശിക്ഷയുള്ള കാര്യമാണ്. അല്ലാഹു തആല, അള്ളാഹുന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒക്കെ നിരോധിച്ച കാര്യമാണ്. ഒരു മുട്ടുസൂചി പോലും, മുട്ടുസൂചി എന്ന് ഞാൻ ഒരു ചെറുത് കാര്യത്തിന് പറഞ്ഞ, ഒരു അണുമണി തൂക്കം പോലും മറ്റുള്ള ആളുടെ ഒരു വസ്തു നമ്മൾ അവരറിയാതെ എടുക്കരുത്, കളവ് നടത്തരുത്, കളവ് പറയരുത്, ഒക്കെ ഇസ്ലാം വിരോധിച്ചതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? ചുമര് തുരന്നിട്ട് കളവ് നടത്തുക, കബോർഡ് കുത്തിപ്പൊളിച്ചിട്ട് ജനാലകളൊക്കെ കമ്പി കൊണ്ട് മുറിച്ചിട്ട് അകത്ത് കയറുക, അതുപോലെ വലിയ വലിയ ലോക്കറുകളൊക്കെ കുത്തി തുറക്കുക, അവിടെ നിന്നും ഈ ടെറസിന്റെ മുകളിൽ നിന്നും ഓടി രക്ഷപ്പെടുക, അല്ലെ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യപരമായിട്ട് ശാരീരിക ഘടന വെച്ചിട്ട് അത് പുരുഷന്മാർക്കാണ് കൂടുതലും കഴിയുക. അതുകൊണ്ടാണ് കൂടുതലും പുരുഷന്മാരെ ഇത്തരം കാര്യങ്ങളിൽ പിടിക്കപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പുരുഷന്മാരെ തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞതും. അതേപോലെ തന്നെ ഈ വ്യഭിചാരികളെ പറയുന്ന സ്ഥലത്ത് സ്ത്രീകളെ എടുത്തു പറയാൻ കാരണം എന്താ? എവിടെയും ഒരു വ്യഭിചാരം നടക്കണമെങ്കിൽ ഒരു സ്ത്രീ വിചാരിക്കാതെ വ്യഭിചാരം നടക്കൂല. വ്യഭിചാരം നടക്കണമെങ്കിൽ സ്ത്രീ വിചാരിച്ചാലേ മതിയാവൂ. ഇനി ചിലപ്പോ റാപ്പ് ചെയ്തിട്ട്, ചിലപ്പോ കൂടുതൽ ആളുകൾ കൂടിയിട്ട് ഒരു സ്ത്രീയെ കെട്ടിയിട്ടിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലാഹു തആല എല്ലാ സഹോദര സഹോദരിമാരെയും ജാതി മത ഭേദമന്യേ അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പീഡിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഒഴിച്ചിട്ട് വേറെ ഒരു രൂപത്തിൽ വ്യഭിചാരം നടക്കണം എന്നുണ്ടെങ്കിൽ അത് സ്ത്രീ വിചാരിച്ചാലേ മതിയാവും, അല്ലാതെ വ്യഭിചാരം നടക്കൂല. അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത്? സ്ത്രീകളെ മുന്തിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോ ഇതാണ് ഈ രണ്ട് കാര്യങ്ങളെയും പുരുഷന്മാരെ ഇവിടെ മുന്തിച്ചിട്ടും സ്ത്രീകളെ ഇവിടെ മുന്തിച്ചിട്ടും പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.